ഇങ്ങനെ ഒരു വിടവാങ്ങൽ തന്നെയായിരിക്കാം ഏതൊരു നായകനും സ്വപ്നം കാണുക. രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് അങ്ങനെ ഒരു സ്വപ്നം കാണലിന്റെ ഭാഗമായിരുന്നു. ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലേറ്റ പരാജയം രോഹിത് ശർമ്മ എന്ന താരത്തെയും ക്രിക്കറ്ററെയും വല്ലാതെ ബാധിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ കരകയറാൻ എന്ത് പോംവഴിയാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ 2024 T20 ലോകകപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്നാൽ അതിനുവേണ്ടി രോഹിത് കടന്ന കടമകൾ വളരെ വലുതായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ കളിക്കുന്നത് T20 ക്രിക്കറ്റാണ്. അതുകൊണ്ട് ആ ടീമിലേക്ക് വീണ്ടും ഒരു മടങ്ങിവരവ് ഒരു പ്രാക്ടിക്കൽ ക്രിക്കറ്റർക്ക് എത്രത്തോളം പ്രാവർത്തികമാണെന്നറിയില്ല. എന്നാൽ പ്രഥമ T20 കിരീടം നേടിയ ഒരു യുവതാരം, പിന്നീട് 2013 ശേഷം കരിയർ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു സൂപ്പർ താരം, ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാൾ. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ക്യാപ്റ്റൻ. തന്നെത്താനെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വിരാട്ടും രോഹിത്തും ഒരേപോലെ T20 ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്നു. പിന്നീട് കണ്ടത് T20 ക്രിക്കറ്റ് ഇവർ അടക്കി ഭരിക്കുന്നതാണ്. തലങ്ങും വിലങ്ങും ഇവർ ഫോം ആവാൻ തുടങ്ങി. അങ്ങനെ ലോകകപ്പ് പ്രതീക്ഷകൾ സജീവമായതോടുകൂടി ടീമിൽ ഉൾപ്പെടുത്തിയ പ്രധാന താരങ്ങളിൽ മുൻപന്തിയിലായി വിരാട്ടും രോഹിത്തും. അങ്ങനെ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയേണ്ടത് ഈ രണ്ട് സീനിയർ താരങ്ങളുടെ പ്രകടനം തന്നെയാണ്. എന്നാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകരെയും നൊമ്പരപ്പുണ്ടാക്കുന്ന കാര്യമായിരുന്നു അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്നുള്ള വിടവാങ്ങൽ. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും T20 ക്രിക്കറ്റ് മതിയാക്കാൻ ഒരുങ്ങുകയാണ്. കിരീടം നേടിയ തൊട്ട് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡും രോഹിത് സ്വന്തമാക്കി. 2007 മുതൽ T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സജീവ ഭാഗമായിരുന്നു രോഹിത്. എല്ലാ T20 ലോകകപ്പിന്റെ എഡിഷനിലും രോഹിത് ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഇതുവരെ 159 T20 മത്സരങ്ങളാണ് രോഹിത് കളിച്ചിട്ടുള്ളത്. 4231 റൺസ് രോഹിത് സ്വന്തമാക്കി. 32 ശരാശരിയിൽ 141 സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത്തിന്റെ നേട്ടം. പല കിരീടങ്ങളും രോഹിത്തിന് പല T20 ലോകകപ്പ് കിരീടങ്ങളും രോഹിത്തിന് തൊട്ടരികെയാണ് നഷ്ടമായത്. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല. T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ നായകൻ എന്നീ പല റെക്കോർഡുകളും രോഹിത് സ്വന്തമാക്കിയിരുന്നു. 5 സെഞ്ചുറികളും രോഹിത് T20 ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട്. രോഹിത്തിന്റെ വിടവ് നികത്താൻ പറ്റുന്ന ഒരു സൂപ്പർ താരത്തെ വളർത്തിയെടുക്കുക എന്ന് തന്നെയാകണം ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം.